ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ M.E. ഗോവിന്ദൻ മാസ്റ്റർ തൻ്റെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജനുവരി 28-ന് സ്പ്ലിങ്കർ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായത്തെ പരാമർശിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കോവിഡ് കാലത്താണ് ഒരു അമേരിക്കൻ ഏജൻസിയായ സ്പ്ലിങ്കർ കേരളത്തിലേക്ക് ആരോഗ്യ വിവരങ്ങൾ, കോവിഡ് ബാധിതരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരായി ശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചത്. അതേ സംബന്ധിച്ച് ശക്തമായ വാദപ്രതിവാദം ഗവൺമെന്റുമായി ഉണ്ടാവുകയും അവസാനം ഗവൺമെന്റ് തന്നെ സ്പ്ലിങ്കറുമായിട്ടുള്ള തൻ്റെ ഗവൺമെന്റിന്റെ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ആ കാലത്ത് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വളരെ സുപ്രധാനമായ ഒരു വിധിന്യായത്തിലൂടെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്നും അത് പിൻവലിക്കേണ്ടതാണെന്നും സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലേക്ക് പോയത്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ വിധിയാണ് ജനുവരി 28 പുറത്തു വന്നത്. CPM സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദൻ മാസ്റ്റർ ഒന്നുകിൽ ആ വിധിന്യായം മുഴുവൻ വായിച്ചില്ല, അല്ല എങ്കിൽ CPM സൈബർ സെല്ലിന്റെ ക്യാപ്സൂളുകൾ മാത്രമാണ് അദ്ദേഹം വായിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. ഇതാണ് ആ കോടതി വിധി. നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ കോടതി വിധി പരിശോധിക്കാവുന്നതാണ്. ഇത്രയും വൈകിയതിന് കാരണം ഈ വിധിന്യായം പൂർണ്ണമായി ലഭിച്ചത് മിനിഞ്ഞാന്നാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്പം വൈകിയത്. എൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം ഞങ്ങൾ രണ്ടുപേരും ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ കക്ഷിയായിരുന്നില്ല. ഈ കേസിൽ ഞാൻ മാത്രമാണ് കക്ഷിയായിട്ടുള്ളത്. അപ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്ലിങ്കറിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതു താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇടക്കാല ഉത്തരവിൽ ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ അന്ന് ഞാൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും ശരിയാണെന്ന് വെക്കുകയും അവസാനം കേരള ഗവൺമെന്റ് ആ ഇടപാടുകൾ നിർത്തിപ്പോവുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡീൽ ഔപചാരികമായി പ്രവർത്തനത്തിൽ വരാത്തത് കൊണ്ട് കരാർ ഒപ്പിട്ടതിന്റെ ക്രമക്കേടും ക്രമവിരുദ്ധതയുമാണ് കോടതി പരിശോധിച്ചത്. എന്ത് ഗൂഢോദ്ദേശം മുൻനിർത്തിയാണോ ഈ കരാർ സർക്കാർ അന്ന് കൊണ്ടുവന്നത്, അതിൽ നിന്ന് സർക്കാരിന് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ആഗോള കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെതിരായിട്ടാണ് അന്ന് ഞാൻ പോരാട്ടം നടത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ഡീലിൽ നിന്ന് ഗവൺമെന്റിന് പിൻവാങ്ങേണ്ടി വന്നത്. സംസ്ഥാനത്തെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് നടന്ന വിശകലനത്തിലും അതീവ സൂക്ഷ്മവും ശ്രദ്ധയും പുലർത്തണമെന്നും ആ വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം തന്നെ അന്ന് തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം മറന്നുകൊണ്ടാണ്
സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന പേരിൽ ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി നിർലജ്ജം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. കോടികളുടെ അഴിമതിയാണ് അന്ന് നടക്കാതെ പോയത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ ഡീല് നടക്കാതെ പോയത് എന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായും കോടികളുടെ ഇടപാടുകൾ നടക്കുന്ന ഒരു ഡീല് നഷ്ടപ്പെട്ടതിന്റെ വിഷമം സർക്കാരിനുണ്ടാകും. കരാറിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിന് സർക്കാർ പിന്മാറി? എന്തിന് സർക്കാർ ഇതിന് ഒളിച്ചോട്ടം നടത്തി? ഇനി നമുക്ക് ഹൈക്കോടതി വിധി ഒന്ന് പരിശോധിക്കാം. ഞാൻ ഉന്നയിച്ച മുഖ്യ വിഷയങ്ങളിൽ കോടതിയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഓരോന്നായി പരിശോധിക്കാം. ഒന്ന്, ഇടപാടിലെ നടപടിക്രമങ്ങളുടെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി സ്ഥിരീകരിച്ചു. അതെ, ഈ ഇടപാടിലെ നടപടിക്രമങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി അംഗീകരിച്ചു. സർക്കാർ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്പ്രിംഗറുമായി കരാറിൽ ഒപ്പിട്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ക്യാബിനറ്റിന്റെ അധികാരമോ മുഖ്യമന്ത്രിയുടെ അനുവാദമോ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരൻ കരാറിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും കൃത്യനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു. ഞാനത് കോട്ട് ചെയ്യാം. We agree with the submission of the learned counsel for the petitioner that the principal secretary ought not to have entered into a said agreement without proper cabinet approval or consent of the chief minister. This was a gross dereliction on his part. കരാർ അന്യായവും ക്രമരഹിതവും ആയാണ് നടപ്പാക്കിയത് എന്നുള്ള എൻ്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണ്ണമായി ശരിവച്ചിരിക്കുകയാണ്. 2, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 299 ബാധകമല്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു. സർക്കാരിൻ്റെ കരാറുകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ആവശ്യമായ ആർട്ടിക്കിൾ 299 കരാറിൽ സാമ്പത്തിക ബാധ്യത ഉൾപ്പെട്ടില്ലാത്തതിനാൽ ബാധകമല്ല എന്നാണ് സർക്കാർ വാദിച്ചത്. ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഇല്ല എന്നാണ്, ഈ കരാറിൽ ഇല്ല എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന്റെ വാദം പരിപൂർണമായി കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കോടതി പറയുന്നു, we are not accepting the said submission as Article 229 of the Constitution of India clearly refers to all contracts and it does not make any distinction between a contract entered into involving financial implication or for any other consideration. വളരെ വ്യക്തമാണ്. കരാർ ഭരണഘടനാനുസൃതമായിരുന്നില്ല എന്ന എൻ്റെ വാദം ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. 3, പൗരന്മാരുടെ ഡേറ്റ സ്വകാര്യതയ്ക്കുള്ള അപകടം കോടതിക്ക് ബോധ്യപ്പെട്ടു. ഡേറ്റ മോഷണത്തിന്റെ വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല എങ്കിലും പ്രത്യേകിച്ച് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട എൻ്റെ ആശങ്കകൾ കോടതി ശരിവെച്ചു. കാരണം ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഡേറ്റ ഈ അമേരിക്കൻ കമ്പനി മറ്റുള്ളവർക്ക് വാണിജ്യാവശ്യങ്ങൾക്ക് വിൽക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്നും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഞാൻ പറഞ്ഞത് കോടതിക്ക് ബോധ്യപ്പെട്ടു. ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട എൻ്റെ ആശങ്കകൾ ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വ്യക്തിഗതവും സൂക്ഷ്മവുമായ വിഭാഗത്തിലുള്ള ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. മൂന്നാം കക്ഷിക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അധികാര അതിർത്തി എന്ന വകുപ്പ് കരാർ ലംഘിക്കുന്നതിന് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു, ഹൈക്കോർട്ട്, another apprehension expressed which cannot be ignored is the jurisdiction of the clause make it difficult and onerous for individuals to pursue their claims in the event of the data theft.
കരാറിന്റെ ഘടന പൗരന്മാർക്ക് അപകടം വരുത്തിവെക്കുമെന്നുള്ള എൻ്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണ്ണമായി ഈ കോടതി ഉത്തരവിലൂടെ പിന്താങ്ങുകയാണ്. 4, കൃത്യമായി ചട്ടങ്ങളോ വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളോ പിന്തുടർന്നില്ല എന്ന വാദം പെറ്റീഷണർ എന്ന നിലയിൽ എൻ്റെ വാദം ശരിയാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. കോടതി ഉത്തരവിൽ പറയുന്ന കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. 1, റൂൾസ് ഓഫ് പ്രൊസീജിയർ പിന്തുടർന്നില്ല. 2, സെക്രട്ടേറിയറ്റ് മാനുവൽ പിന്തുടർന്നില്ല. 3, നിയമവകുപ്പുമായി ചർച്ച ചെയ്തില്ല. 4, ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം വാങ്ങിയില്ല. 5, സമീപനം താൽക്കാലികമായുള്ളതും ഘടനാപരമായ ഉള്ളതായിരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോർട്ട് there were lapses in executing the said contract. The relevant provisions of the rules of procedure, Secretariat manual, have not been followed, nor the law department or the finance department were consulted. 5, 24/4/2020 ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുകയുണ്ടായി. അന്നത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് ഇവിടെ വീണ്ടും അംഗീകരിക്കപ്പെട്ടത്. 24/4/2020 എന്താ പറയുന്നത്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കരാറിൽ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ദേവൻ രാമചന്ദ്രന്റെ വിധിയിൽ പറഞ്ഞത് ഈ ഡേറ്റ പൂർണ്ണമായി കവറപ്പ് ചെയ്തിരിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ധാരാളം സുരക്ഷാ നിർദ്ദേശങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു. ഞാൻ ഉയർത്തിയ സ്വകാര്യ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വാദങ്ങൾ ശരിയാണെന്ന് ഇതിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെച്ചു. താഴെ പറയുന്ന വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കുകയുണ്ടായി. കരാർ വ്യക്തിഗത ഡേറ്റ മൂന്നാം കക്ഷിക്ക് ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായി. കരാർ തിരക്ക് പിടിച്ച് നടപ്പാക്കി. ഡേറ്റാ സംരക്ഷണ ഉറപ്പുകൾ ഇല്ലാതെ കരാർ നടപ്പാക്കി. കരാർ നടപ്പാക്കിയതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. The manner in which the said agreement was entered into had the risk and possibility of exposing personal data to a third party and had been hurriedly done without even caring for data protection or obtain the cabinet approval. Cabinetന്റെ അപ്രൂവൽ ഇല്ലാതെ ധൃതി പിടിച്ച് ഗവൺമെന്റ് പേഴ്സണൽ ഡേറ്റയുടെ സുരക്ഷിതത്വം പോലും പാലിക്കാതെ നടപ്പാക്കിയെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി. ഇത്തരം കാര്യങ്ങൾ എന്നിട്ട് കോടതി പറയുന്നു, ഇത്തരം കാര്യങ്ങൾ ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണം എന്ന് കൂടി പറയുന്നു. For which appropriate steps should be taken by the state and such a situation should not occur in future. ഭാവിയിൽ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി പറയുകയാണ്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ സിനിമയിൽ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ താത്വികമായ അവലോകനത്തിലാണ് CME ഗോവിന്ദൻ മാസ്റ്റർ മുതിർന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കുഴപ്പമാണ്. നിങ്ങൾക്കറിയാം, അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏതാണ്ട് 7 അഴിമതി ആരോപണങ്ങളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ഗവൺമെന്റിന് അതെല്ലാം പിൻവലിച്ച് പോകേണ്ടി വന്നു. മാഷ് പറഞ്ഞ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കുക. ഞാൻ തോട്ടപ്പള്ളി സ്പെലിയിലെ മണ്ണിനെ പറ്റി അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പമ്പാ മണൽക്കടത്ത് കോവിഡ് സമയത്ത്, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് പമ്പാ മണൽ തീരത്ത് അടിഞ്ഞുകൂടിയ മണൽ ഒരു സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു നമ്മുടെ അന്നത്തെ പോരാട്ടം. ഗവൺമെന്റ് അത് നിർത്തിവെച്ചു, ഒരു പിന്നോട്ട് പോയി. ബ്രൂവറി ഡിസ്റ്ററി, 4 ബ്രൂവറിയും 2 ഡിസ്റ്ററിയും കേരളത്തിന് അനുവദിക്കാനുള്ള
ഗവൺമെന്റ് തീരുമാനത്തിനെതിരായി ശക്തമായ പോരാട്ടം നടത്തി. ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയായിരുന്നു അന്ന് ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നു. പിന്നെ സ്പ്ലിങ്കർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു, അതിലും പുറകോട്ട് പോകേണ്ടി വന്നു. ആഴക്കടലിൽ, കേരളത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ ഒരു അമേരിക്കൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടത് നടപടി ഞാൻ ഉന്നയിച്ചു. അത് പുറകോട്ട് പോകേണ്ടി വന്നു. ഈ ബസ്സുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന ശക്തമായ ആരോപണം PWC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാനുള്ള അനുവാദം വരെ കൊടുത്തത് അവസാനം പിൻവലിച്ച് പുറകോട്ട് പോകേണ്ടി വന്നു. EP ജയരാജന്റെ ബന്ധുവിന് നിയമനം കൊടുത്ത സംഭവം അവസാനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു, നിയമനം റദ്ദാക്കേണ്ടി വന്നു. ബബ്കയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പിന്റുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവന്നു, അത് പിൻവലിക്കേണ്ടി വന്നു. ഏതാണ്ട് സംസ്ഥാനത്തിന് 3000 മുതൽ 4000 കോടി രൂപ വരെ ലാഭമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ഈ അഴിമതികൾ അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ആ കാലഘട്ടത്തിൽ ഞാൻ തടഞ്ഞിരുന്നു. സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന ഈ അഴിമതി നടത്തിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ കോടതിയിൽ പോയി ആളുകളെ ശിക്ഷിക്കുമ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ കേസിൽ അച്യുതാനന്ദന് 20 വർഷം പോകേണ്ടി വന്നു. ഇതൊന്നുമില്ലാതെ ഈ അഴിമതി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഒരു വാച്ച് ഡോഗായി നിന്നുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ അഴിമതി നടക്കുന്നുവെന്ന് കണ്ടു തന്നെ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം നടത്തി സർക്കാരിനെ കൊണ്ട് കറക്റ്റ് ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ പ്രതിപക്ഷ ധർമ്മമാണ് അന്ന് ഞങ്ങൾ നടപ്പാക്കിയത്. അല്ലാണ്ട് കോടതി അതിലൊന്നും ഞങ്ങൾ പറഞ്ഞതൊന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതിനെ ഞങ്ങളെ കോടതി കളിയാക്കിയിട്ടില്ല. AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കാരണം അതെല്ലാം നടപ്പാക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഞാനും പ്രതിപക്ഷ നേതാവും കൊടുത്ത ഹർജി ഇൻഫ്രക്ചസ് ആണ് എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. അല്ലാതെ ഒരു കേസിലും ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചതുപോലെ ഒരു കേസും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. ഗവൺമെന്റ് സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ അന്തിമ വിധി നിങ്ങൾക്കെല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. ഈ വിധിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് കോടതി വിലയിരുത്തുകയും മേലാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങളെ ഒരിക്കലും കോടതി ഇതിനുവേണ്ടി ശാസിക്കുകയോ ഇത്തരം കേസുകളുമായി വരരുത് ഒന്നൊന്നും ഞങ്ങളോട് പറയട്ടില്ല. ഈ കേസ് വിധി വളരെ വ്യക്തമാണ്. കാരണം ഇത് ഏറ്റവും സുപ്രധാനമായൊരു വിധി ആയതുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പലർക്കും ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില മാധ്യമങ്ങളെങ്കിലും ഈ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചത്. ദേവൻ രാമചന്ദ്രന്റെ വിധി പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായത്. ഒരു ഡേറ്റ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആരോഗ്യ ഡേറ്റ, ഏറ്റവും സുപ്രധാനമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണത്. ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെ ശക്തമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. പുട്ടസ്വാമി കേസിൽ, സുപ്രീം കോടതിയിലെ പുട്ടസ്വാമി കേസ് വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തിയത്. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞതിനെ അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതിനെ അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. എൻ്റെ അഭിഭാഷകനായ ശ്രീ ആസഫലി പറഞ്ഞ ഓരോ കാര്യങ്ങളും 4 ഘട്ടത്തിൽ ശ്രീ ആസഫലിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഡിവിഷൻ ബെഞ്ചിൽ നമ്മൾ പറഞ്ഞത് ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല. 1. 2, നമ്മുടെ മെയിൻ വാദം ഈ ഡേറ്റയിലേക്കുള്ള എൻട്രി ഒരു തേർഡ് പാർട്ടി സ്പ്ലിങ്കറിന് ലഭിച്ചത് കൊണ്ട് നഷ്ടപരിഹാരം നമ്മൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ നഷ്ടപരിഹാരത്തിന് അത്ര പേർക്ക് കൊടുക്കണമെന്ന് വ്യക്തതയില്ല. കാരണം ഇതൊരു ഹ്യൂജ് ഡേറ്റയായിരുന്നു.
അതായത് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് കോടതി അംഗീകരിച്ചില്ല. അത് ശരിയാണ്. We do not find any reason to pass any further order. However, the order passed 2024/2020 stands confirmed. Means ദേവൻ രാമചന്ദ്രൻ, അതാണ് അവസാനത്തെ പറയുന്ന വാചക. ദേവൻ രാമചന്ദ്രന്റെ 2024/2020 വിധി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫർദറായി ഞങ്ങളുടെ ഓർഡർ കൊടുക്കേണ്ടതാണ്. അല്ല 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 അങ്ങനെയല്ല. എല്ലാവർക്കും അറിയാം, ഷെയർ ചെയ്ത കാര്യമാണ്. മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ലെന്നാണ് കോടതി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, however it appears that the agreement are short-lived and terminated. അതാണ് മെയിൻ കാരണം. നിങ്ങളത് വായിക്കാതെ എന്തായിരിക്കും. However it appears that the agreement are short-lived. ചെറിയൊരു കാലഘട്ടം നമ്മളിത് ഉന്നയിച്ചപ്പോഴത്തേക്ക് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. മാധവൻ നമ്പ്യാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി വെച്ചു. കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം ആ കമ്മിറ്റി തന്നെ ഇതിനെതിരായി ശക്തമായ റിപ്പോർട്ട് കൊടുത്തു. ഇന്ന് വരെ മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പൊ കോടതി കണ്ടെത്തിയത് എന്താ? However it appears that the agreement are short-lived and terminated. Springer has accepted the termination and made it categorical statement that no issue would be raised in respect of sharing of data. Our state has only used the tools of Springer for the purpose of identifying COVID-19 victims and their details. Moreover, all the data collected by Springer has been purged. No such consideration. We do not find any part. അല്ലല്ല അങ്ങനല്ല. Kerala government, they analyze the data for better treatment option. അപ്പോൾ അതിനകത്ത് ഡാറ്റ സ്പ്രിംഗ്ലറിന് കൊടുത്തിട്ടില്ല. അല്ല, ഡാറ്റ കൊടുക്കാതെ പിന്നെ എങ്ങനെയാണ്? ഡാറ്റ കൊടുക്കുമ്പോഴാണോ നമ്മൾ കയറി പിടിക്കുന്നത്? ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയല്ലോ. അല്ല, ഒരു മിനിറ്റ്. This agreement has been executed by the principal secretary. ഏതാ? അതെ ടൂൾസ് ഉപയോഗിക്കണമെങ്കിൽ ഡാറ്റയുമായിട്ട് അവർക്ക് both of ഞാൻ പറയട്ടെ. കേരള ഗവൺമെന്റ് അത് COVID-19 പശ്ചാത്തലത്തിൽ സ്പ്രിംഗറുടെ ടൂൾസ് ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും എഗ്രിമെന്റ് എടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് ഷെയർ ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് ഈ ഡാറ്റ കളക്ഷൻ നടന്നു കേരളത്തിൽ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത് ഡാറ്റ പ്രൊട്ടക്ഷന്റെ ഒരു റൂൾസും ഇവിടെ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ഒഴിവാക്കണം, ഇത് ചെയ്യാൻ പാടില്ല, ദിസ് ഡാറ്റ വിൽ ബി മിസ്യൂസ്ഡ് എന്ന് പറഞ്ഞപ്പോഴാണ് ദേവൻ രാമചന്ദ്രൻ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ഇത് കവർ ചെയ്യാൻ പറഞ്ഞു. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഫർദർ ഓർഡർ വന്നത്. എന്താ നമ്മൾ പറഞ്ഞു, ഇത് ഡേറ്റ, ആളുകളുടെ ആരോഗ്യ ഡേറ്റ തേർഡ് പാർട്ടി മീൻസ് സ്പ്രിംഗർക്ക് പോയി, അതുകൊണ്ട് അങ്ങനെ പോയതിന് ഡേറ്റ അങ്ങനെ എടുത്ത ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇത് വേണ്ടാന്ന് വെച്ചു. അവിടെയാണ് അതിന്റെ മെയിൻ കാരണം. ഈ കോടതി വിധി വന്നതിന്റെ മെയിൻ കാരണം കോടതി സ്പ്രിംഗറുമായിട്ടുള്ള കരാർ റദ്ദാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അത് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അത് ബട്ട് ദേ ആർ ആക്സസ് ടു ദ നോ എന്താ നിങ്ങൾ പറയുന്നത്? ഹൗ ടു അനലൈസ്, ഹൗ ദേ ക്യാൻ യൂസ് ഇറ്റ് വിത്തൗട്ട് ഹാവിംഗ് in touch with the data details? How can they analyze it? കേരള ഗവൺമെന്റ് അവരുടെ ടൂൾ ഉപയോഗിക്കല്ലേ. മാത്രമല്ല അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തപ്പോഴാണ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പറയുന്നത് നിങ്ങളത് കവർ ചെയ്യണം, മറ്റുള്ള ആളുകൾക്ക് ആക്സസ് ഉണ്ടാക്കാൻ പാടില്ല. എൻ്റെ വിധിന്യായം എൻ്റെ പൂർണ്ണമായി എൻ്റെ ഇല്ല. നല്ലൊരു വിധിയാണ് ദേവൻ രാമചന്ദ്രൻ കൊടുത്തത്. ആ വിധിയെ അപ്ഹോൾഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങളുടെ ആശങ്കകളെ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് ഈ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ഈ ഓർഡർ വായിക്കാതെയാണ്
CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വന്നത്. അത് വിശദമാക്കേണ്ടത് അന്ന് ഇതിനെതിരെ ഇത് ഉന്നയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ കടമയായതുകൊണ്ടാണ് ഐ കെയിം ബിഫോർ യു. അതെ അതെ അതിന് കാരണം ഇല്ല അപ്പീൽ പോകേണ്ട കാര്യമില്ല. കാരണം ഇത് ഓൾറെഡി ഓവർ. ബിക്കോസ് ഇറ്റ് വാസ് ഷോർട്ട് ലിവ്ഡ്. ദിസ് എഗ്രിമെന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഇനി നമ്മൾ അപ്പീൽ പോകേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, ആർക്കാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തതയില്ല. ഇത്രയും ആളുകളെ, ഇത്രയും വോളിയൂംസ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കാണ് കൊടുക്കുന്നുള്ളതിന് വ്യക്തതയില്ല എന്നുകൊണ്ട് ഒരു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും അന്നത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ നിയമസഭയിലടക്കം പുറത്തു നടത്തിയ നിരവധി ആരോപണങ്ങൾ. ഒന്ന് 87 ലക്ഷം റേഷൻ കാർഡുകളുടെ വിവരങ്ങളുടെ ഏറ്റവും തുറന്നിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ PR നോക്കുന്ന ഒരു കമ്പനിയാണ് ഇത്, ബിനാമി കമ്പനിയാണ്. ഓട്ടോക്കാരന് ഓട്ടോ ഓടിക്കുന്നതാണ് IT കമ്പനിയും. അങ്ങനെയൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അല്ല ഞാൻ ഉന്നയിച്ച ഇല്ല അത്തരം വിമർശനങ്ങള് മാധ്യമങ്ങൾ നടത്തി, പ്രതിപക്ഷത്തിന്റെ നേതാക്കളെല്ലാം വാർത്താ സമ്മേളനം നടത്തി വിളിച്ച ആ കമ്പനി, ആ ചെറുപ്പക്കാരൻ വേറെടുത്ത് പോയി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ടപ്പ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസം അത്തരം കാര്യങ്ങൾ കൂടി രമേശ് മറുപടി പറഞ്ഞല്ലോ. P. രാജു ഇത്തരം ആരോപണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവും മറുപടി പറയണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ വാദങ്ങൾ വിവാദം ഉണ്ടാക്കിയതിൽ മറുപടി പറയണ്ടേ രമേശ്? ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഒരാരോപണം പോലും ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് നിഷേധിച്ചിട്ടില്ല. ആ ഓരോ ആരോപണവും ഞാൻ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് ആദ്യമൊക്കെ വാദങ്ങൾ ഉന്നയിച്ചെങ്കിൽ പിന്നീട് അതെല്ലാം പിൻവലിച്ചു പോയി. ബ്രൂവറി, ഡിസ്റ്ററി കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കൊണ്ടുവന്ന പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇപ്പോഴേ എലപ്പുള്ളിയിൽ ആരംഭിക്കാൻ വേണ്ടി വന്ന ബ്രൂവറി, ഡിസ്റ്ററിയുടെ സ്ഥിതി എന്താണ്? ഇപ്പം അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ലല്ലോ. നേരത്തെ 2 ഡിസ്റ്ററിയും 4 ബ്രൂവറിയും അനുവദിക്കാൻ വന്നപ്പോൾ അന്നാണ് ഞാൻ എതിർത്തത്. അന്നത് പിൻവലിച്ചു പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പമ്പ മണൽക്കടത്ത് പിൻവലിച്ചു പോകേണ്ടി വന്നു. ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താൻ ഉള്ള നടപടികൾ എടുക്കുകയും ചേർത്തലയിലെ ഫുഡ് പാർക്കിൽ 4 ഏക്കർ സ്ഥലം അനുവദിക്കുകയും ചെയ്ത സംഭവം അന്ന് പിൻവലിച്ചു പോകേണ്ടി വന്നു. EP ജയരാജന്റെ നിയമനം, ബന്ധു നിയമനം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു അന്ന്. അതോടെ ബബ്കോ അഴിമതി, ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന അഴിമതികളാണ്. അന്ന് അതെല്ലാം ഗവൺമെന്റിനെ പിൻവലിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന പോലെ ഞങ്ങളാരും കൊണ്ടുവന്ന അഴിമതികൾ ഇല്ലാതായിട്ടില്ല. അവിടെ ഞങ്ങൾ അന്നത്തെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംസ്ഥാന താല്പര്യങ്ങൾ മുൻനിർത്തി, ജനതാല്പര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ ഈ ബസ്സുമായി ബന്ധപ്പെട്ട അഴിമതി അതെല്ലാം കൊണ്ടുവന്നത്. 10,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് തടയുകയാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് മാസ്റ്റർ പറഞ്ഞത് ശരിയല്ല. അത് ഞാൻ പറയാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ. ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്. അല്ല, അതിപ്പോ കോടതി പല കമന്റുകളും പറഞ്ഞു കാണും. ഗുരുതരമായ പരാമർശം ഉണ്ടായി. ഒപ്പം തന്നെ ബ്രൂവറി കേസ്, പിന്നെ ഈ പറയുന്ന K-ഫോണുമായി ബന്ധപ്പെട്ട് പോയ കേസ് തുടർച്ചയായി, അതായത് പ്രതിപക്ഷം കൊണ്ടുപോയി കോടതിയിൽ പോയ കാര്യങ്ങളെല്ലാം അമ്പയെ തുടരെ പരാജയപ്പെടുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ സംഭവിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് തോൽവിയല്ലേ? നമ്മൾ തോൽവി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കട്ടെ. എത്ര വലിയ വിവാദമാണ് ഈ വിവാദങ്ങളിലെല്ലാം മാധ്യമങ്ങളും പ്രതിപക്ഷം ചേർന്ന് അന്ന് നടത്തിയത്. പക്ഷെ അതെല്ലാം കോടതി പോകുമ്പോൾ പരാജയപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ഈ കൊണ്ടുവന്ന ഒരു കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കമന്റും പറഞ്ഞിട്ടില്ല. ക്യാമറയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാനാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഞാനും ഹൈക്കോടതി പോയി. ഹൈക്കോടതി ആ കേസ് തള്ളി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം കേരളത്തിൽ ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയാമോ? പണ്ട് ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ആരും പരിശോധിച്ചിട്ടില്ല. പിന്നീട് ഒരു ക്യാമറ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നടന്നത് തെറ്റാണെന്നും അഴിമതിയാണെന്നും ഇപ്പം ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സത്യമാണ്. ഇപ്പം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പണ്ടൊക്കെ നമുക്ക് ഇത് വരുമായിരുന്നു, നോട്ടീസ് വരുമായിരുന്നു സ്പീഡ് കൂടി പോയാൽ. ഇപ്പം ആർക്കെങ്കിലും നോട്ടീസ് വരുന്നുണ്ടോ? ആർക്കും വരുന്നില്ല. അപ്പോൾ ക്യാമറയുമായി നമ്മൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് വന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഉന്നയിച്ചത്. സ്പീക്കർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അന്ന് കോടതി പോകുമ്പോൾ ചിലപ്പോൾ കോടതി ചില കമൻ്റൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ നമ്മൾ ഉന്നയിച്ചത് വസ്തുതാപരമായ കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. അല്ല, അതെന്താണെന്ന് എനിക്ക് പരിശോധിക്കാറിയാം. ക്യാമറയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് അത് പ്രവർത്തിക്കുന്നു പോലുമില്ല. ഒരു സ്ഥലത്തും ആളുകൾക്ക് നോട്ടീസ് കിട്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അത് തന്നെ
നമ്മൾ ഉന്നയിച്ചത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, ഈ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ച് സാധാരണ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വലിയ വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും ആ കേന്ദ്രത്തിന്റെ സമ്പൂർണമായ അവഗണനയെ ആ നിലയ്ക്ക് കാണുന്നില്ല. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ പാർലമെന്റിനകത്ത് കേരളത്തിനോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ സമരം നടത്തുകയാണ്. ഈ ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ നമ്മളുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. കേരളത്തിൽ യാതൊന്നും ഈ ബഡ്ജറ്റിൽ ഇല്ല. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ്റോ ധനകാര്യമന്ത്രിയോ ഓർത്തില്ല എന്നതാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. സമ്പൂർണമായ അവഗണനയാണ് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഒരു ഗവൺമെൻറ്റുകളും കാണിക്കാത്ത തരത്തിലുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി UDFും അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാം. അല്ല, നമ്മൾ ആലോചിക്കും. അല്ലല്ല, കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് BJP അധ്യക്ഷന്റെ വാദം ശരിയല്ല. നമ്മൾ ഗവൺമെന്റ് തന്നെ കോഴിക്കോടാണ് കിനാലൂർ എസ്റ്റേറ്റിൽ സ്ഥലം കണ്ടെത്തിയതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാത്തതാണ്. ലഡു അവസാനം ആർക്കും കൊടുക്കാതെ കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. അല്ല, കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കടുത്ത അനീതിയാണ് കാട്ടിയത്. ഒരു കൺസിഡറേഷനും കേരളത്തോട് കാട്ടിയില്ല. കേരളത്തിന് അനുവദിച്ചു തരാൻ കഴിയുന്ന ഇപ്പം റെയിൽവേ ഇടനാഴി കേരളത്തിന് വേണമെങ്കിൽ തരാവുന്നതാണ് അല്ലേ? വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിടത്തും കേരളത്തിന് യാതൊരു വിധത്തിലുള്ള എല്ലാവർക്കും അപ്പോൾ പ്രതികരിക്കാവുന്ന കാര്യത്തിലായിരുന്നു. ഏത് വാർഡിനാണോ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് പദ്ധതി കിട്ടുന്നത് അപ്പോൾ തന്നെ പ്രതികരിക്കാൻ കൗൺസിലർമാർ വരെ തയ്യാറായി. വാർഡിലൊന്നും കിട്ടുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ വാർഡിൽ സജ്ജമായി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥയിൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഞാനും പാർലമെന്റ് 4-5 തവണ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓരോ വാർഡിലും ജില്ലയ്ക്കും ഒന്നും കേന്ദ്ര ബഡ്ജറ്റിൽ കിട്ടും. ഏതാ അവർക്ക് ഈ കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി ഒന്നും ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, അതിൽ ഒരു മന്ത്രി കഴിഞ്ഞ സമയത്ത് നടത്തി എയിംസ് വരും എന്ന് പറഞ്ഞു. സാധാരണ ഉപയോഗിക്കാൻ പറ്റാത്ത പല പദങ്ങളും ഉപയോഗിച്ചു. കേന്ദ്രമന്ത്രി കേരളത്തിലുള്ള 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. 2 പേരും വാ തുറക്കുന്നില്ല. അവർ സത്യം എന്താണെന്ന് ഞാൻ കൂടെ പറയുന്നില്ല. ഒരാൾ പറഞ്ഞത് നാട്ടിൽ വരുമ്പോൾ പറയാവുന്ന, എന്താണ് ഈ നാട്ടിൽ വരുന്നതെന്ന് അറിയില്ല. ആണല്ലേ? അതെവിടെ? PV അൻവർ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച PV അൻവർ ബേപ്പൂരിൽ നിൽക്കുമെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ പൊതുവായി അംഗീകരിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്തിറങ്ങുന്നത് തെറ്റില്ല. ബേപ്പൂരിൽ അദ്ദേഹം ജയിക്കാൻ പോവാണ്. ഒരു സംശയവും വേണ്ട. PV അൻവർ ബേപ്പൂരിലെ MLA ആയിരിക്കും. ജനങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അല്ല, അതിനെപ്പറ്റി തീരുമാനമായിട്ടില്ല. അതെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ആരെല്ലാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യം അന്തിമമായി തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയകരമായ കാര്യങ്ങളല്ലേ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഞെട്ടുന്ന കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടൊരു ചർച്ച കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത ഘട്ടങ്ങളിലായി ചർച്ചകൾ ഉണ്ടാകും.
ആ ജനങ്ങളോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞ ഗവൺമെന്റിനോട് ജനങ്ങൾ പറയുന്നു കടക്ക് പുറത്തു. അതാണ് അല്ലേ, നല്ലതല്ലേ? രമേശ്, അങ്ങ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളാണ്. 5 വർഷം ഇന്ത്യയിൽ നയിക്കുകയും പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോഴും പൊതുജനങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോഴും ഒക്കെ മോശം പരാമർശങ്ങൾ അവൻ ഇവരെ മറ്റും വിളിച്ച് അങ്ങ് സംസാരിച്ച് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള സമീപനത്തോട് അങ്ങ് യോജിക്കും? അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. രമേശ് മാത്രമേ കേൾക്കാത്തുള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ഈ ശ്രീധരൻ ഓഫീസൊക്കെ തുറന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ആരാണ് അദ്ദേഹത്തിന് ഈ അധികാരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ശ്രീധരൻ അല്ല, ആര് പറയട്ടെ അദ്ദേഹം ഇത് തുടങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ശ്രീധരനും മുഖ്യമന്ത്രിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് രണ്ടുപേർക്കും. കുറെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു റെയിൽ ഇല്ലെങ്കിൽ വേറെ റെയിലില്ലെന്ന്, മഞ്ഞക്കുറ്റി കൊണ്ടിട്ടു. ആ മഞ്ഞക്കുറ്റി ദയവായിട്ട് ഊരിക്കളയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അത് കഴിഞ്ഞ് RRTS അല്ലേ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പം അത് ബഹുമാനപ്പെട്ട ശ്രീധരൻ പറയുന്നത് അത് RRTS പറയുന്നത് ബോഷ്കാണ്, അത് ശരിയല്ല. അദ്ദേഹം ഒരു റെയിൽവേ ലൈൻ തുടങ്ങുകയാണ്. എടാ, ഇത് റെയിൽവേ ലൈൻ തുടങ്ങാനൊക്കെ നടപടിക്രമങ്ങളില്ലേ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവരങ്ങ് തുടങ്ങുകയാണ്. ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ആളുകൾ ഓരോരുത്തർക്ക് റെയിൽവേ ലൈൻ തുടങ്ങാൻ പോകും. ശ്രീധരൻ എന്ത് കാര്യം ഇത് ചെയ്യാൻ ആരും ഏൽപ്പിച്ചോ? അദ്ദേഹം റെയിൽവേ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ സാധ്യത ഉണ്ടാവും. രാവിലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്ല, റെയിൽവേ മന്ത്രിയുടെ പ്രസംഗത്തിൽ ബഡ്ജറ്റിലാണല്ലോ ഇപ്പൊ റെയിൽവേ മന്ത്രാലയത്തെ പറ്റി പറയുന്നത്. അതിലൊരിടത്ത് നമ്മൾ കണ്ടില്ല ശ്രീധരനെ ഏൽപ്പിച്ച കാര്യം. അല്ല, എന്ത് പറ്റി അവർക്കൊക്കെ എന്റെ ചോദ്യം. പുള്ളി പൊന്നാനിയിൽ ഒരു ഓഫീസ് തുടങ്ങുക, ഇവിടെ മുഖ്യമന്ത്രി RRTS തുടങ്ങുക. കെ.വി. തോമസ് പറയുന്നത് എല്ലാം മുഖ്യമന്ത്രി സംസാരിച്ചതാണ്, അങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പറയുന്നത്. ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല രമേശ്, ഈ റെയിൽവേ ലൈനിന്റെ ഉദ്ഘാടനം നടത്തിയതായിട്ട് പൈപ്പ് തന്നെയാണ്. വേറെ സെൻട്രൽ നാളെന്ന് വന്നിട്ട് ഉദ്ഘാടനം ഓഫീസ് ഉദ്ഘാടനം. എല്ലാവരും ട്രെയിൻ വന്ന സ്ഥിതിക്ക് കോൺഗ്രസിന്റെ ഒരു ട്രെയിൻ ഇല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഏർപ്പാടുമായിട്ട് വന്നിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ അതിവേഗ റെയിൽവേക്കെതിരല്ല. ഞങ്ങൾ അതിവേഗ റെയിൽവേ കേരളത്തിന് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ DPR കാണണം, അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കണം. കേരളയിലെ ഞങ്ങൾ എതിർത്തത് പഠനത്തിന് ശേഷമാണ്. കാരണം കേരളയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കേരളത്തിൽ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എതിർത്തത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ എല്ലാ അതിവേഗ പാതകളെയും എതിർക്കുന്നു എന്നർത്ഥമില്ല. ഈ ശ്രീധരൻ ബഹുമാനായ വ്യക്തിയാണ് ഈ ശ്രീധരൻ. അദ്ദേഹം ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഓഫീസ് തുറക്കുകയും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. തോമസ് മാഷ് അടക്കി പറയുന്നത് കേട്ടു മുഖ്യമന്ത്രി ചർച്ച ചെയ്തിട്ടാണ്. അതിനുശേഷം മാഷ് പിന്നെ മിണ്ടിയിട്ടില്ല. ഇപ്പം RRTSനെ പറ്റിയാണ് കേരള ഗവൺമെൻറ് പറയുന്നത്. അപ്പം അങ്ങനൊരു പദ്ധതി വന്നതിനെ പറ്റിയോ പ്രതിപക്ഷമായിട്ട് ചർച്ച ചെയ്യുകയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഒരു വ്യക്തതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങൾ അതിവേഗ തീവണ്ടിപ്പാതയ്ക്കൊന്നും എതിരല്ല. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ അതിന് DPR ഉണ്ടാകണം അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പൊന്നാനി ആരെ ഉദ്ഘാടനം? റെയിൽവേ മന്ത്രിയാണ്.